നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം നാലാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഇറാൻ്റെ പരമോന്നത നേതാവായ മുജ്തബ ഖമേനി എവിടെയാണ് എന്നുള്ളതാണ്. മുജ്തബ ഖമേനിയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ മാസം ആദ്യം ആണ് അദ്ദേഹത്തെ ഇറാനിലെ പരമോന്നത നേതാവായി നിയോഗിച്ചത്. പക്ഷേ മുജ്തബ ഖമേനി ഗുരുതരമായ അവസ്ഥയിൽ പരിക്കേറ്റ്, അതായത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് ആദ്യഘട്ടങ്ങളിൽ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഈ വാർത്തകൾ ഇപ്പോൾ പൂർണ്ണമായും ശരിയാണോ എന്നുള്ള സംശയം ഉയരുകയാണ്. മുജ്തബ ഖമേനി ആരോഗ്യത്തോടു കൂടി തന്നെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിനും അമേരിക്കയും എല്ലാം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഇറാനിലെ പല ഉന്നതരായ ഉദ്യോഗസ്ഥരും മുജ്തബയെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്നതായുള്ള വിശദാംശങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇയാൾ ആരോഗ്യത്തോടുകൂടി തന്നെ ജീവിച്ചിരിക്കുന്നു എന്നും തന്നെയാണ്. ഇസ്രായേൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുജ്തബ ഖമേനിയെ റഷ്യയിലേക്ക് അവിടെ പ്രസിഡന്റ് പുടിൻ തന്നെ നേരിട്ട് വിമാനം അയച്ച് കൊണ്ടുപോയി എന്നും അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും മുജ്തബ ഇപ്പോൾ കോമ സ്റ്റേജിലാണെന്നും, അതായത് അബോധാവസ്ഥയിലാണെന്നും ഒക്കെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഒരുപക്ഷെ ഇത് ഇറാൻ തന്നെ മനഃപൂർവ്വം മുജ്തബയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്. ഇസ്രായേലിനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും മികച്ച ചാരസംഘടനകളുള്ള രാജ്യങ്ങളാണ് ഇത് രണ്ടും. മൊസാദും CIA-യും എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇയാൾ എവിടെയാണുള്ളതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിശദാംശങ്ങളും ഇനിയും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ CIA-യേക്കാളും ഇറാനുമായി കൂടുതൽ ബന്ധം പുലർത്തി അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്താനും കഴിഞ്ഞിരുന്നത് മൊസാദിന് തന്നെയാണ്. പക്ഷേ എന്നിട്ട് പോലും അവർക്ക് ആർക്കും തന്നെ ഇയാളെക്കുറിച്ചുള്ള, ഇയാളെ ചുറ്റുപാടിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇനിയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാനിലെ ഏറ്റവും ഉന്നതരായ സൈനിക മേധാവികളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും എല്ലാം തന്നെ ഇതിനോടകം ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു. അതിന് കൃത്യമായ തെളിവ് അവരുടെ കൈവശമുണ്ട്. മാത്രമല്ല ഇറാൻ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ലാരിജാൻ ഉൾപ്പെടെയുള്ള അവിടുത്തെ പരമോന്നത നേതാവ് കഴിഞ്ഞാൽ അടുത്ത പദവി വഹിക്കുന്നവരൊക്കെ തന്നെ വധിച്ചു. അതുപോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ മേധാവിയെ വധിച്ചു. ഇറാനിലെ തന്ത്രപ്രധാന തസ്തികയിലിരിക്കുന്ന ഏതാണ്ട് ഭൂരിഭാഗം പേരെ ഇതിനോടൊപ്പം തന്നെ വധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുജ്തബ ഖമേനി എവിടെയാണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്, ഏത് ബങ്കറിനുള്ളിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. ഇവരെല്ലാം തന്നെ അരിച്ചു പറക്കി നോക്കിയിട്ടും ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുജ്തബയുടേതായ ചില പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 3-4 പ്രസ്താവനകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിലെല്ലാം തന്നെ തങ്ങൾ ഇസ്രായേലിനോടും അമേരിക്കയോടും ഏറ്റുമുട്ടും എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പലരും പറഞ്ഞിരുന്നത് മുജ്തബയ്ക്ക് വേണ്ടി മറ്റാരോ ആണ്, ഒരുപക്ഷെ IRGCയുടെ തലവന്മാരാരെങ്കിലും ആയിരിക്കും ഈ പ്രസ്താവന തയ്യാറാക്കുന്നത് എന്നായിരുന്നു. ഇയാളുടെ പ്രസ്താവനയിൽ ചില അക്ഷരത്തെറ്റുകളുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെ ഈ പ്രസ്താവനകൾ വായിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുക, അതല്ലെങ്കിൽ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കാം എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ ഇത് ഇറാൻ മനഃപൂർവ്വം ഉണ്ടാക്കി പുറത്തുവിട്ട, അല്ലെങ്കിൽ ഇസ്രായേലിനെ അമേരിക്കയും കബളിപ്പിക്കാനായി നടത്തിയൊരു നാടകമാണോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു സംശയം. എങ്ങനെയും മുജ്തബ ഖമേനിയെ പിടികൂടുക എന്നുള്ളത് അമേരിക്കയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. കാരണം അമേരിക്കയും ഇസ്രായേലും ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു, അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി ആര് വന്നാലും അവരെ തങ്ങൾ വധിക്കുമെന്ന്. അതുപോലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, അവർ ആരെ വേണമെങ്കിലും പിൻഗാമിയായി നിശ്ചയിക്കട്ടെ, അയാൾ ആരും ആയിക്കോട്ടെ, അയാളെ പേര് പോലും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, പക്ഷേ അയാൾ കൊല്ലപ്പെട്ടിരിക്കും എന്നാണ് ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞത്. പക്ഷേ ഇത്രയും നാളായിട്ടും ഇയാൾ എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയാതെ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും അന്വേഷണം നീളുകയാണ്. ഒരുപക്ഷെ വളരെ അപ്രതീക്ഷിതമായി മുജ്തബ ഖമേനി ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാനിലെ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇറാനിലെ ജനത ഒരു വലിയ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം അടിച്ചമർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത്. മതഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ ഒരു പ്രതിസന്ധി കടന്നു കിട്ടുക എന്നുള്ളതാണ് അവർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതിനിടെ ജനങ്ങൾ എന്തെങ്കിലും പ്രക്ഷോഭത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ക്രൂരമായി തന്നെ അവർ നേരിടും. പക്ഷേ അവിടെ തലപ്പത്തിരുന്ന് നിയന്ത്രിക്കാൻ ആളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നുള്ള ധാരണയൊക്കെ തന്നെ തിരുത്തുന്ന രീതിയിലാണ് മുജ്തബ ഖമേനി ഇപ്പോഴും ആരോഗ്യത്തോടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്.